GPS സർവേയുടെ ഒരു വീഡിയോ ആണിത്. നമ്മുടെ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലോട്ട് ഡയഗ്രാം ഒന്ന് എടുക്കാനായിട്ടാണ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഭാഗമായിട്ട് ഫുള്ള് വീടിൻ്റെ ഓഫ്സെറ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡാണ് ഈ GPS സർവേ എന്ന് പറയുന്നത്. ഇതിന് ബേസ് എന്ന് പറയും, അതുപോലെ തന്നെ ഇത് റോവർ, അതുപോലെ തന്നെ ഇത് കൺട്രോളർ. അതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ റോവർ ബേസ് കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് നമ്മുടെ റോവറിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് സാറ്റലൈറ്റ് വഴിയുള്ള കണക്ഷനാണ്. സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്തിട്ട് ഈ ബേസും ഈ റോവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എവിടെയാണ്, പോയിൻ്റ് ഏതാണെന്ന് കണക്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ GPS സർവേ എന്ന് പറയുന്നത്. വളരെ ആക്യുറേറ്റ് ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ്. അതിൻ്റെ ഓട്ടോക്യാഡ് ഫോമിലും ബിൻ ഫയലായിട്ട് നമുക്കത് ലഭിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഫയൽ വഴി നമുക്ക് കോണ്ടൂർ സർവേ, അതുപോലെ തന്നെ ലെവൽസ്, കാര്യങ്ങളെല്ലാം ഈച്ച് ആൻഡ് പോയിന്റിൽ നമുക്കിത് പ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ട്രൈപോഡ് എന്ന് പറയും. ഇത് ട്രൈപോഡാണ്. സാധാരണ നമ്മുടെ തിയോഡലൈറ്റ് സർവേ, അതുപോലെ തന്നെ ഡമ്മി ലെവൽസ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ, ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ട്രൈപോഡാണ്. ആ ട്രൈപോഡിന് റമീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. മേളിൽ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തിക്ക് വരാത്ത സ്ഥലത്താണ് സെറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ട്രൈപോഡ് സെറ്റ് ചെയ്യും. ട്രൈപോഡിന് മണ്ട നമ്മൾ ട്രൈ ബാച്ച് ഈ ലെവൽ അനുസരിച്ച് സെറ്റ് ചെയ്യും. ട്രൈ ബാച്ചിന് മണ്ട ബേസ് വെക്കും. ട്രൈപോഡും ട്രൈ ബാച്ചും ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാബിൾ ഉണ്ട്. ആ ബാബിൾ 0 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ ഓൾറെഡി ഇത് സ്ട്രൈറ്റ് അക്യൂറേറ്റ് നിൽക്കത്തുള്ളൂ. ഈ ബാബിൾ നമ്മളെപ്പോഴും സെൻട്രൽ ലെവലിൽ വന്ന് നിൽക്കണം. ഈ ലെവലിലെ ബാബിൾ നിൽക്കേണ്ടത്. അതിനുശേഷം ഈ ഓൾറെഡി ഈ ബേസ് ആക്റ്റീവ് ആയി, ബാക്കി അതിന് സെക്ഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പൊ റേഡിയോ മോഡിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് GPS വഴി കണ്ടു ചെയ്യാൻ പറ്റും. അല്ലാതെ സിം മോഡും ഉണ്ട്, റേഡിയോ മോഡും ഉണ്ട്. സിം മോഡ് ആകുമ്പോൾ നമുക്ക് 100 കിലോമീറ്റർ വെള്ളം എടുക്കാം. റേഡിയോ മോഡ് നമുക്ക് അറൗണ്ട് 3 കിലോമീറ്റർ. മറ്റേത് 100 കിലോമീറ്റർ വരെ ബേസ് എന്ന് വെച്ചാൽ ഏറ്റവും സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100 കിലോമീറ്റർ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ബേസും നമ്മൾ ഈ കൺട്രോളും തമ്മിലുള്ള കണക്ഷൻ സെറ്റ് ചെയ്യണം. അത് തമ്മിൽ കണക്ഷൻ സക്സസ് ആയതിനു ശേഷം നമ്മൾ മൂന്നാമത്തെ ഈ റോവറുമായിട്ട് കണക്ഷൻ ആവും. ഇത് 3 വണ്ണത്തെയും പേർ ഒരേപോലെ കണക്ഷൻ ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പ്രൊസീജർ സ്റ്റാർട്ട് ആക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഓകേനു ശേഷം ഓബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം എയർ വഴി കിട്ടും. നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്റീരിയർ ക്ലോസ്ഡ് എന്റിറ്റിയിലോട്ട് ഇപ്പം പെരക്കാത്ത പ്ലാൻ എടുക്കാൻ പറ്റില്ല. പ്ലാൻ കിട്ടുന്ന പറഞ്ഞാൽ അതിന് സമയം എടുക്കും. നമുക്ക് പ്രിസിഷന്റെ ലെവൽ വരുന്നതനുസരിച്ച് നമുക്ക് ചെറിയത് വരും. എന്നുവെച്ചാൽ മറ്റേ നമുക്ക് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വർക്കിംഗ് ഡിസ്റ്റൻസ് അനുസരിച്ച് ഓൾറെഡി പോയിന്റ് അടിച്ചു. നമ്മൾ ഇച്ചിരി തിക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നമുക്ക് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഡിലേ വരും. കാര്യം നമുക്ക് പ്രിസിഷൻ പിടിച്ചെടുക്കുന്ന ഒരു ടൈം അത് മാത്രമേ വരും. അതുപോലെ തന്നെ ഹൈറ്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നോർമൽ സെറ്റ് ചെയ്യുന്ന ഹൈറ്റ് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്ന ബേസിൽ സെറ്റ് ചെയ്യുന്ന ഹൈറ്റുമായിട്ട് സെയിം ആയിരിക്കണം. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യുന്ന ബേസ് ഏതാണോ ആ ഹൈറ്റ് നമ്മൾ ഓൾറെഡി ഇതിലും സെറ്റ് ചെയ്യണം. നമ്മൾ 1.5 അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അസ്യൂമായിട്ട് 1.5 ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനി ഓരോ പോയിന്റുകൾ എടുത്ത് നമുക്കിപ്പോൾ ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ പ്ലോട്ട് ഏരിയ, ഗാർഡന്റെ ഏരിയ, ബാങ്ക് സ്റ്റോണിന്റെ ഏരിയ, വീടിന്റെ പൊസിഷൻ, വീടിന്റെ ചുറ്റളവ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് വേണ്ടത്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെ ഓപ്സെറ്റുകൾ എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാം അല്ലേ? ഓക്കെ. സിവിൽ ടെക് ഇൻഫ്രാ സൊല്യൂഷൻ്റെ സർവേ ടീമായ മുകേഷ് PB ആൻഡ് ടീമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇത് ചേർത്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഇവരുടെ സേവനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. GPS സർവേ, കമ്പ്യൂട്ടർ സർവീസ്, കോണ്ടൂർ, ചെയിൻ സർവേ, സ്കെച്ച് ഔട്ട് തുടങ്ങിയ സേവനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്.